ഇത് തന്നെ ചില പാരമ്പര്യ ആളുകൾ പറയുന്നത് വിളക്ക് കൊളുത്തുന്നത് സൂര്യനും ചന്ദ്രനും വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഗണപതിയുടെ തുമ്പിക്കൈയിലിരിക്കുന്ന പൊൻകലശത്തിൽ നിന്ന് ഒരു നാണയമാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഭദ്രദീപമാണ് കൊളുത്തുന്നതെങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തേയം, പിന്നെ ഒരു തിരി പിതൃക്കൾക്ക്, ഒരു തിരി നാഗദേവതകൾക്കാണ് സർപ്പങ്ങൾ. എണ്ണത്തിരി കത്തി അതിൻ്റെ ഒരു സ്മെല്ല് വരും. അതിങ്ങനെ അലഞ്ഞു തിരിയുന്ന നാഗങ്ങളുണ്ട്, അതേപോലെ പ്രേതങ്ങളുണ്ട്, അവർക്കുള്ള നിവേദ്യമായിട്ട് പോകും. അപ്പോൾ ഇന്ന് അതെല്ലാം ഈ ചാണകത്തിൽ തൊടുന്നത് പോലും പലർക്കും ഇഷ്ടമല്ല. എന്നാൽ ഇപ്പോൾ ഗോമാതാവാണ് പശുവിൻ്റെ ചാണകവും മൂത്രം കുടിച്ചാൽ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഇലയിൽ ഇങ്ങനെ വെക്കുക, എൻ്റെ അടുക്കള മുത്തശ്ശി എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ലോണായി അല്ലേ, ഇസാഫ്, മുത്തൂറ്റ്, മണലൂറ്റ്, പിന്നെ അതുകൂടാതെ ഞായറാഴ്ച തമിഴിൻ്റെ, പിന്നെ നാട്ടിലെ ബ്ലേഡ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പേരാമംഗലം നാഗരാജ ക്ഷേത്രത്തിലെ തന്ത്രിയും ജ്യോതിഷ ആചാര്യനുമായ ബ്രഹ്മശ്രീ ഡോക്ടർ KV സുഭാഷ് തന്ത്രി ഗുരുനാഥനാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഗുരുനാഥ. നമസ്കാരം. നമസ്കാരം. നമ്മൾ സന്ധ്യാദീപം തെളിയിക്കുമ്പോൾ 2 തിരിയിട്ടിട്ടാണോ ദീപം തെളിയിക്കേണ്ടത്? അതൊന്ന് പറഞ്ഞു തരാമോ? എല്ലാ വീട്ടമ്മമാർക്കുള്ള ഒരു സംശയമാണ്. കാരണം നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഏത് ക്ഷേത്രത്തിൽ അവിടെയൊക്കെ വിളക്കുകളിലെ തിരി 2 തിരി ആയിരിക്കും. ഒന്ന് പടിഞ്ഞാറോട്ട്, ഒന്ന് കിഴക്കോട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 4 തിരി കൈ കൂപ്പുന്ന പോലെയൊക്കെ ഇട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഈ കുടുംബങ്ങളിൽ കുടുംബിനികൾ വീട്ടമ്മമാരാണ് സന്ധ്യാവിളക്കൊക്കെ കൊളുത്തുന്നത്. അപ്പോൾ അവർക്കും തോന്നും ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഇങ്ങനെ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭവനങ്ങളിൽ വിളക്ക് കൊളുത്തുമ്പോൾ, ഭവനങ്ങളിലല്ല ക്ഷേത്രത്തിലായാലും, ഒന്നുകിൽ 1 തിരി വിളക്ക്, അല്ലെങ്കിൽ 3 തിരി വിളക്ക്, അല്ലെങ്കിൽ 5 തിരി വിളക്ക്. പ്രമാണങ്ങൾ പറയുന്നുണ്ട്. ഏകവർത്തിർ മഹാവ്യാധിർ, ദ്വിവർത്തിർ മഹദ്ധനം, ത്രിവർത്തിർ മോഹമാലസ്യം, ചതുർവർത്തിർ ദരിദ്രത, പഞ്ചവർത്തിർ ഭദ്രംസ്യ. ഇതാണ് പാരമ്പര്യ രീതിയിലുള്ള പ്രമാണം. ഇത് തന്നെ നമ്മളുടെ ഇവിടേക്ക് വരുമ്പോൾ, അതായത് അവരതിനകത്ത് പറയുന്നത് 1 തിരി ഏകവർത്തിർ, 1 തിരിയാണെങ്കിൽ മഹാവ്യാധിർ, ആ വീട്ടിൽ രോഗമുണ്ടാകും. 2 തിരിയാണെങ്കിൽ മഹദ്ധനം, ഇഷ്ടംപോലെ സമ്പത്തുണ്ടാകും. 3 തിരിയാണെങ്കിൽ ദാരിദ്ര്യമുണ്ടാകും. 4 തിരിയാണെങ്കിൽ രോഗദുരിതം ഉണ്ടാകും. 5 തിരിയാണെങ്കിൽ ഭദ്രം, കുടുംബ ഭദ്രത ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിളക്ക് കൊളുത്തുന്നു, ഇപ്പോൾ സന്ധ്യാവിളക്കായാലും പ്രാതവിളക്ക്, പ്രഭാതത്തിൽ കത്തിക്കുന്ന വിളക്കായാലും, വിളക്ക് കൊളുത്തുന്നത് ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്? അതെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സന്ധ്യാവിളക്ക് കൊളുത്തുന്നു, ആർക്ക് വേണ്ടിയിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല. നമ്മൾ സാധാരണ രീതിയിൽ വിളക്ക് കൊളുത്തുന്നു, ഒരു ആചാരം പോലെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തന്നെ ചില പാരമ്പര്യ ആളുകൾ പറയുന്നത് വിളക്ക് കൊളുത്തുന്നത് സൂര്യനും ചന്ദ്രനും വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അതായത് കിഴക്കോട്ട് കൊളുത്തുന്നത് സൂര്യനും, പടിഞ്ഞാറോട്ട് ചന്ദ്രനും. അപ്പം നമ്മുടെ ജ്യോതിഷ പ്രമാണത്തിൽ വരുമ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് ദേവതകൾക്കാണ്, അല്ലാതെ സൂര്യാന്തരന്മാർക്ക് നമ്മൾ വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ല. കാരണം സൂര്യൻ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ സൂര്യപ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നമുക്ക് പ്രഭാതം പൊട്ടിവിടരുന്നു, പിന്നെ ഉച്ചയാകുന്നു, സന്ധ്യയാകുന്നു, അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നിലാവുള്ള സമയത്ത് ചന്ദ്രൻ പ്രകാശിച്ച് നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശിക്കുന്നത് സൂര്യനും അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ചന്ദ്രൻ്റെ ഒളി നമ്മളിലേക്ക് വന്നത്. ചന്ദ്രൻ്റെ ഒളി അടിക്കുക എന്ന് പറയാം. അല്ലാതെ സൂര്യരശ്മികളുടെ പോലെയല്ല ചന്ദ്രനെ വർണ്ണിക്കുന്നത്. കുളിർ നിലാവ്, അങ്ങനെ കവികൾ ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സൂര്യചന്ദ്രന്മാർക്ക് വിളക്ക് കൊളുത്തണ്ട, കാരണം അവരാണ് നമുക്ക് വെട്ടം തരുന്നത് അല്ലേ. സൂര്യനെ വെച്ചാലേ നമുക്ക് വെട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അത്രയും വലിയ വെട്ടത്തിലേക്ക് നമ്മൾ ഈ വിളക്ക് കൊളുത്തിട്ട് ഞാൻ വിളക്ക് കൊളുത്തിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ദേവതകൾക്കാണ് വിളക്ക്. അങ്ങനെ വരുമ്പോൾ ഏകദീപം ഗണേശന്. അപ്പോൾ 1 തിരി വിളക്കാണെങ്കിൽ ഗണപതിക്കാണ് വിളക്ക്. ഗണപതിക്ക് എന്തിനാണ് വിളക്ക് കൊളുത്തുന്നത്? നമുക്ക് തടസ്സമൊക്കെ മാറി സമ്പത്ത് തരണം. അപ്പോൾ ഗണപതിയുടെ തുമ്പിക്കൈയിലിരിക്കുന്ന പൊൻകലശത്തിൽ നിന്ന് ഒരു നാണയമാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നത്. പിന്നെ ദ്വിദീപം 2 തിരിയാണെങ്കിൽ ബലാബലം. ബലാബലം എന്ന് പറഞ്ഞാൽ എത്ര വരുമാനം വന്നാലും അപ്പോൾ തന്നെ അത് ചിലവ് വരും. അതുകൂടാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ ആവശ്യമില്ലെങ്കിലും വഴക്കുണ്ടാക്കും. ഇനി എത്ര നാൾപ്പൊരുത്തം ഉണ്ടെങ്കിലും സന്ധ്യാവിളക്ക് കൊളുത്തി കഴിയുമ്പോൾ വഴക്കുണ്ടാവും. അതിൻ്റെ കാരണം 2 തിരി വിളക്കാണ്. പിന്നെ ത്രിനാളങ്ങൾ, ശൈവ വൈഷ്ണവ ശാക്തേയം. ഇത് തന്നെ ഇപ്പോൾ ചിലർ ത്രിനാളം എന്ന് പറയുമ്പോൾ 3 തിരി, 2 തിരി ഫ്രണ്ടിലേക്ക്, 1 തിരി പിറകിലേക്ക് ഇടും. അതായത് 2 തിരി കിഴക്കോട്ട്, 1 പടിഞ്ഞാറോട്ട് ഇടും. അങ്ങനെയല്ല കൃത്യമായിട്ട് ചെയ്യേണ്ടത്. 3 തിരി ഇടുമ്പോൾ ത്രികോണത്തിലിടണം. ഇപ്പം കിഴക്കോട്ടാണ് നിങ്ങളുടെ വീടിൻ്റെ ദർശനമെങ്കിൽ 1 തിരി കിഴക്ക്, മറ്റൊരു തിരി വടക്ക് പടിഞ്ഞാറ്, മറ്റൊരു തിരി തെക്ക് പടിഞ്ഞാറ്.
പടിഞ്ഞാറോട്ടാണ് ദർശനമെങ്കിൽ ഒരു തിരി പടിഞ്ഞാറ്, മറ്റൊരു തിരി വടക്കിഴക്ക്, മറ്റൊന്ന് തെക്കിഴക്ക്. വടക്കോട്ടാണ് ദർശനമെങ്കിൽ ആദ്യത്തെ തിരി വടക്ക്, പിന്നെ വടക്ക് തെക്കിഴക്ക്, പിന്നെ തെക്ക് പടിഞ്ഞാറ്. തെക്കോട്ടാണ് ദർശനമെങ്കിലോ ആദ്യത്തെ തിരി തെക്കോട്ട് ഇടണം. അപ്പം നിങ്ങൾ പറയും തെക്കോട്ട് തിരി ഇടാൻ പാടില്ല, അത് മരിച്ച വീട്ടിൽ മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കണക്കില്ല. നമ്മുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണ് അങ്ങോട്ട് ആദ്യത്തെ തിരി. അപ്പോൾ തെക്കോട്ട് ദർശനം ആദ്യത്തെ തിരി ഇടുക, പിന്നെ ഒന്ന് വടക്ക് കിഴക്കിടുക, പിന്നെ വടക്ക് പടിഞ്ഞാറ്. കാരണം അവസാനമാണ് നെഗറ്റീവിലേക്ക് തിരിയിടുന്നത്. അങ്ങനെയാണ് ത്രിനാളങ്ങൾ. അതായത് ത്രികോണത്തിൽ വിളക്ക് വരാൻ കരുതി. പിന്നെ ചതുർത്ഥം രോഗലക്ഷണം. ആ വീട്ടിൽ ഉറപ്പായിട്ടും രോഗം ഉണ്ടാവും. പിന്നെ വരുന്നത് ഭദ്രദീപം, അതാണ് 5 തിരി. അപ്പോൾ നമ്മൾ സാധാരണ ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ 5 തിരിയല്ലേ കത്തിക്കുന്നത്. അപ്പം അങ്ങനെ ഈ 2 തിരിയിൽ മഹദ്ധനമൊക്കെ ഉണ്ടാവുമെങ്കിൽ എവിടെ ഉദ്ഘാടനം നടത്തിയാലും, ഇപ്പോൾ ഒരു കടയുടെ ഉദ്ഘാടനമായാലും, ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനമായാലും, ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമായാലും എല്ലാവരും അതിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉന്നതി വേണമെങ്കിൽ അവിടെ ധനം വേണം. അപ്പോൾ അങ്ങനെ ധനം മോഹിച്ചുള്ളൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ 2 തിരിയല്ലേ ഏറ്റവും ഉത്തമം. അപ്പോൾ അവിടെ 2 തിരി കത്തിക്കുന്നില്ല. കാരണം എന്താ, അവിടെ 2 തിരി കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പം തന്നെ വഴക്കുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ് പറ്റിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ഭദ്രദീപമാണെങ്കിൽ 5 തിരി വിളക്ക് കത്തിക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു തിരി ആ ദർശനം കണക്കാക്കി തിരിയിട്ട് പോകാം. അങ്ങനെ ഭദ്രദീപം കത്തിക്കാം. അപ്പോൾ വിളക്ക് കൊളുത്തുന്നതിൽ പോലും മാറ്റം വരും. ഇത് തന്നെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വിളക്ക് കൊളുത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ ഈ ആളുകൾ ഇത്ര കാലം കത്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ വിളക്ക് തിരിയൊക്കെ ഒന്ന് മാറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ അവർക്ക് ഒന്നും അയ്യോ വേണ്ട, വീണ്ടും 2 തിരിയിലേക്ക് പോകാമെന്നൊരു തോന്നൽ വരും. അതെ, ഞങ്ങൾ വീട്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ ചിലപ്പോൾ സന്ധ്യയ്ക്ക് ആരെങ്കിലും വരുമ്പോൾ 2 തിരി ഇട്ടിട്ടാണെങ്കിൽ എങ്ങനെ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. നമ്മൾ വിളക്ക് കൊളുത്തുന്നത് സൂര്യാന്തരന്മാർക്കല്ല, വിളക്ക് കൊളുത്തുന്നത് ദേവതകൾക്കാണ്. അപ്പോൾ ദേവതകൾക്ക് വിളക്ക് കൊളുത്തുമ്പോൾ അതിന് അതിൻ്റെതായ കാരണമുണ്ട്. ഇപ്പോൾ ഭദ്രദീപമാണ് കൊളുത്തുന്നതെങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തേയം, പിന്നെ ഒരു തിരി പിതൃക്കൾക്ക്, ഒരു തിരി നാഗദേവതകൾക്കാണ്, സർപ്പങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും കണക്കനുസരിച്ച് വിളക്ക് കൊളുത്തി പോകാം. പിന്നെ അതേപോലെ നമ്മൾ സന്ധ്യാസമയത്ത് ഒരു ചെറിയ മൺകുടത്തിൽ ഒരു 30-40 രൂപയുടെ ചെറിയ മൺകുടം കിട്ടും. ഈ മൺകുടത്തിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, അത് കിണർ വെള്ളമായാലും അതേപോലെ തന്നെ പൈപ്പ് വെള്ളമായാലും, എൻ്റെ ധർമ്മദൈവങ്ങളെ, എൻ്റെ ഭരദേവതകളെ, എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ വിളക്കിൻ്റെ തൊട്ട് താഴെ വയ്ക്കാൻ പാടില്ല. പകരം നടക്കല്ലിൽ വയ്ക്കാം, അല്ലെങ്കിൽ തിണ്ണയിൽ വയ്ക്കാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ വയ്ക്കാം. മൂടി വയ്ക്കരുത്, തുറന്ന് വയ്ക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം, അതായത് നമ്മൾ ധർമ്മദൈവത്തിന് വിളക്ക് വെച്ചു. വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ സന്ധ്യാവിളക്ക് 24 മിനിറ്റ് മതി, ഒരു നാഴിക. അത് തന്നെ ഇനി ചിലർക്കൊരു സംശയമുണ്ട്, തിരി കത്തി തീരാൻ പാടുണ്ടോ, കരിന്തിരി കത്തിയോ. അപ്പോൾ കരിന്തിരി കത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ എണ്ണ മുക്കാതെ തിരി കത്തിയാലാണ്, അതാണ് കരിന്തിരി. മറ്റേ എണ്ണത്തിരി, മറ്റേതെല്ലാം കത്തിത്തീരുന്നത് നല്ലതാണ്. കാരണം ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊക്കെ എണ്ണത്തിരി കത്തി അതിൻ്റെ ഒരു സ്മെല്ല് വരും. അതിങ്ങനെ അലഞ്ഞു തിരിയുന്ന നാഗങ്ങളുണ്ട്, അതേപോലെ പ്രേതങ്ങളുണ്ട്, അവർക്കുള്ള നിവേദ്യമായിട്ട് പൊക്കോളും. അപ്പം അങ്ങനെ അത് നല്ലതാണ്. കരിന്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് എണ്ണയിൽ മുക്കിയിട്ട് വേണം ഈ തിരി കൊളുത്താൻ. അല്ലാതെ കത്തിയാൽ അതാണ് കരിന്തിരി. അപ്പം അങ്ങനെ ഈ കുടത്തിൽ വെള്ളം വെച്ച് അത് മൂടി വയ്ക്കരുത്. കാരണം 24 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ വിളക്കെടുത്തും. പക്ഷേ വെള്ളം നമ്മൾ എടുത്ത് വയ്ക്കാൻ പാടില്ല. പിറ്റേ ദിവസം രാവിലെ മുറ്റടിച്ച് കഴിയുമ്പോൾ 4 ചുറ്റും മുറ്റടിച്ചതിന് ശേഷം ഒന്നുകിൽ നമുക്ക് 4 ചുറ്റും മുറ്റത്ത് കളിക്കാം, അല്ലെങ്കിൽ മുൻവശത്ത് മുറ്റത്ത് കളിക്കാം. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ തളിച്ചുകൊണ്ട് കാണുമ്പോൾ കൂടാത്തോണം മന്ത്രാതം എന്നൊക്കെ പറയുമ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരായാലും മുത്തശ്ശിമാരായാലും വീട്ടിലെ ചേച്ചിമാർ മൂത്ത ആളുകളുള്ള മുറ്റമൊക്കെ അടിക്കുന്നത്, അവരെന്നിട്ട് ചാണകം കലക്കി മൊത്തം 4 ചുറ്റും തളിക്കും അല്ലേ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നൊരു കർമ്മമാണ്. ഈ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ആളുകൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടാണ് ഇവർ കൂടെ ഈ ചാണകം കൂടി കലക്കി ഒഴിക്കുമ്പോൾ അപ്പോൾ മൊത്തത്തിൽ ചാണകം കലക്കി. അപ്പോൾ ഇന്ന് അതെല്ലാം ഈ ചാണകത്തിൽ തൊടുന്നത് പോലും പലർക്കും ഇഷ്ടമല്ല. എന്നാൽ ഇപ്പോൾ ഗോമാതാവാണ്, പശുവിൻ്റെ ചാണകവും മൂത്രം കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ധർമ്മദൈവത്തിന് വിളക്ക് വയ്ക്കുന്നതാണ്. നമ്മുടെ ധർമ്മദൈവത്തിന് അല്ലെങ്കിൽ ഭരദേവതനെ അറിയില്ല, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം. 41 ദിവസം ആകുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ പീരീഡുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ വിളക്ക് കൊളുത്താൻ പാടില്ല. അപ്പം ചില വീടുകളിൽ പറയുന്നത് പീരീഡുള്ള സ്ത്രീ കൊളുത്താൻ പാടില്ല, മറ്റുള്ളവർക്ക് കൊളുത്താം. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അത് തന്നെ നമുക്ക് 2 നില വീടാണ്, മുകളിലാണ് പൂജാമുറിയെങ്കിൽ ആ പൂജാമുറിയിൽ കൊളുത്താം, കാരണം ആ സ്ത്രീ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ ഒറ്റ നിലയാണെങ്കിൽ ഒരു കാരണവശാലും വിളക്ക് കൊളുത്താൻ പാടില്ല. അപ്പോൾ എത്ര ദിവസമാണ് പീരീഡ് ആ ദിവസങ്ങളിൽ വിളക്ക് കൊളുത്താൻ പാടില്ല. അത് കഴിഞ്ഞാൽ ആ സ്ത്രീക്കിന് വിളക്ക് കൊളുത്തണമെങ്കിൽ പീരീഡ് കഴിഞ്ഞിട്ട് +3 ദിവസം കഴിഞ്ഞ് കൊളുത്താം. അത് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന അതേ കണക്ക് തന്നെ. കാരണം എത്ര ദിവസമാണോ നിങ്ങൾക്ക് പീരീഡ് +3,
ഈ മൂന്നിൻ്റെ കണക്ക് എപ്പോഴും പറയുന്നത് ശൈവ വൈഷ്ണവ ശാക്തേയം. കാരണം നമ്മുടെ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ശൈവവും വൈഷ്ണവവും ശാക്തേയവുമാണ്. ബ്രഹ്മദേവന് പൂജ ഇവിടെ സ്വീകരിക്കുന്നില്ല. അപ്പം അങ്ങനെ വിളക്ക് കൊളുത്തി മാറ്റം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റമായി. പിന്നെ നമുക്ക് യൂട്യൂബിൽ നമ്മൾ KV സുഭാഷ് തന്ത്രി പ്രണവം ദി ആസ്ട്രോളജി ചാനൽ 2 ചാനലുണ്ട്. അതിൽ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രേതബലി, അടുക്കള മുത്തശ്ശി കർമ്മം. ഈ അടുക്കള മുത്തശ്ശി കർമ്മം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കാരണം നമ്മളിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ചോറ് വയ്ക്കും, കഞ്ഞി വയ്ക്കും. പിന്നീട് അത് രാവിലെ വൈകിട്ടുമായി. ഇപ്പം എന്ന് പറയുമ്പോൾ രാവിലെ ഒറ്റ വെപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി വെപ്പില്ല. അപ്പോൾ എന്തായാലും രക്ഷപ്പെടണം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ വൈകിട്ട് ചോറ് വയ്ക്കണം. വൈകിട്ട് ചോറ് വയ്ക്കുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മൾ അടുപ്പത്താണ് വയ്ക്കുന്നത്. ഇതിപ്പോൾ എല്ലാവരും ഗ്യാസായി. അപ്പോൾ എന്തായാലും ചോറ് വെച്ച് കഴിയുമ്പോൾ ചോറ് വാർക്കുന്നതിന് മുമ്പ്, പണ്ടൊക്കെ ചോറ് വാർക്കാന്ന് പറയും, ഈ വാർത്തിട്ട് നിവർത്തുമ്പോൾ അതിൻ്റെ കലത്തിൻ്റെ വക്കത്തായിട്ട് കുറച്ച് ചോറ് ഇങ്ങനെ പറ്റിയിരിക്കണ്ടാവും. ആ ചോറാണ് ശരിക്കും എടുക്കേണ്ടത്. കാരണം ഒരു സ്പൂണിൽ എടുക്കുക, എന്നിട്ട് വെറുതെ ഒരു ഇല കീറെടുത്ത് ഒരു കീറ്റലല്ലേ നമ്മുടെ അടുപ്പിൻ്റെ പോട്ടത്ത്, അതായത് ഇപ്പോൾ പണ്ട് അടുപ്പുണ്ടാവും, ഇപ്പോൾ അടുപ്പില്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിൻ്റെ ബാക്കിൽ ഈ ഇലയിൽ ഇങ്ങനെ വെക്കുക, എൻ്റെ അടുക്കള മുത്തശ്ശി എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥനയോട് വെച്ച് ഒരു 24 മിനിറ്റ് കഴിയുമ്പോൾ അത് നമ്മുടെ വീടിൻ്റെ പിറകുവശത്ത് കൊണ്ടുപോയിട്ട് അവിടെ വയ്ക്കുക. പിന്നെ സന്ധ്യയ്ക്ക് ശേഷമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 ദിവസം ചെയ്താൽ പോലും നമുക്ക് നല്ല മാറ്റം വരും. അപ്പോൾ ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ജ്യോതിഷം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം, അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. നിങ്ങൾ മാസത്തിലൊരിക്കൽ ഇവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ പോലും ജീവിതത്തിൽ മാറ്റം വരും. അപ്പം പിന്നെ വല്ലാതെ കടം പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കടം പെടാത്ത മനുഷ്യരില്ലല്ലോ. കാരണം ആധുനിക സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ഒരു TV വാങ്ങിച്ചു, അപ്പം നമുക്കും തോന്നും നമുക്കും വേണം ഒരു TV അല്ലേ. പിന്നെ അവർ ഫ്രിഡ്ജ് വാങ്ങിച്ചു, അപ്പോൾ നമുക്കും വേണം ഫ്രിഡ്ജ്. പിന്നെ നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ പറയും നമുക്ക് ഒന്ന് ലോൺ എടുത്തിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിക്കാം, അല്ലെങ്കിൽ സ്കൂട്ടി വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ ആഗ്രഹങ്ങൾ വരുമ്പോൾ എന്തായി, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആപ്പും അതും ഇതും പിന്നെ ഒരുപാട് ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്. ഇവരെല്ലാം വന്നിട്ട് നിങ്ങൾക്ക് പൈസ വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആഗ്രഹം മൂത്ത് അവസാനം ഇതെല്ലാം നമ്മൾ സ്വന്തമാക്കും. സ്വന്തമായി കഴിയുമ്പോഴോ കടത്തിലേക്ക് വിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന പൈസ കടമടച്ച് തീർക്കാൻ പറ്റണ്ടാവും. പിന്നെ ടെൻഷനായി അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കടക്കണിയിൽ പെട്ടു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സന്ധ്യാവിളക്കിൽ തിരിയൊക്കെ ഒന്ന് മാറ്റി ക്രമീകരിക്കുക. പിന്നെ കുടത്തിൽ വെള്ളം വയ്ക്കുക. എത്രയും പെട്ടെന്ന് പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ എത്തുക. അവിടെ 27 ക്ഷേത്രമുണ്ട്. ഓരോ ക്ഷേത്രത്തിനും 108 പൂർണ്ണ പരീക്ഷ നടത്താം.